എന്താണ് ഡെന്റിസ്ട്രി MRIയും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ എന്താണ് കൺസേൺസ് വൈൽ ടേക്കിംഗ് MRI എന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. MRI എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജിങ് പ്രൊസീജിയറാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് പർട്ടിക്കുലർ ഏരിയ ഓഫ് ദ ബോഡിയെ നമ്മൾ ഇമേജ് ചെയ്യുന്നു. അപ്പം സിൻസ് അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഏതൊരു ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയും എന്താണ് ആ ഒരു മെഷീൻ അട്രാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വായിൽ മെറ്റൽ കണ്ടൻ്റ് ഉള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അത് പുള്ളി ചെയ്യും. അപ്പോൾ പുള്ളി ചെയ്യുന്നതോടെ ആ സാധനം ഡിസ്ലോഡ്ജ് ആയി പോകാം. ആ ഒരു പുള്ളിങ് ഫോഴ്സിലൂടെ നിങ്ങൾക്ക് ടീത്തിന് അല്ലെങ്കിൽ സറൗണ്ടിങ് ടിഷ്യൂസിൽ ഡാമേജ് ഉണ്ടാകും. അപ്പം ഡെന്റിസ്ട്രിയിൽ നമ്മൾ പല്ലിനിപ്പം ബ്രേസസ് ഇടും, അതിനകത്ത് മെറ്റൽ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റൽ കണ്ടൻ്റ് ഉള്ള ക്യാപ്പുകളുണ്ട്, ഫുള്ളി മെറ്റലായിട്ടുള്ള ക്യാപ്പുകളുണ്ട്, മെറ്റലിൻ്റെ മുകളിൽ സെറാമിക് കോട്ട് ചെയ്ത ക്യാപ്പുകളുണ്ട്. ഇതിലെല്ലാം മെറ്റൽ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് എന്താണ് ഒരു പുള്ള് വരും. അപ്പോൾ എന്താണ് ഒരു പ്രൊജക്റ്റൈൽ ഇഞ്ചുറി, ഒരു ബുള്ളറ്റിൻ്റെ ഒരു എഫക്റ്റ് വരും. ഇങ്ങനെ പ്രൊജക്റ്റൈൽ ഇഞ്ചുറി ഭയങ്കര റെയർ ആണെങ്കിൽ പോലും അതുണ്ടാകാനുള്ള ചാൻസസ് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരു 10-25 വർഷം പഴക്കമുള്ള ഒരു ക്രൗൺ, അപ്പോൾ അതിനെ ലൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ സിമെൻറ്റ് ചെയ്തിരിക്കുന്ന മീഡിയം അല്ലെങ്കിൽ സിമെൻറ്റിങ് മീഡിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് പോലും അറിയുന്നുണ്ടാവില്ല അത് എത്രത്തോളം ലൂസാണ്. അപ്പോൾ എന്താണ് വളരെ കുറച്ച് ഫീൽഡിൽ പോലും നമുക്കതിനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഹൈ ഫോഴ്സിൽ വായ്ക്കുള്ളിൽ നിന്നൊരു സാധനം പുൾ ഔട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ആ ഒരു ടീത്തിന് ഡാമേജ് ഉണ്ടാകും. ആ ഒരു പുൾ ഔട്ട് ചെയ്തൊരു ബുള്ളറ്റ് എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് സറൗണ്ടിങ് ടിഷ്യൂസിന് വരെ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഈ ഒരു കൺസേണിനെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ക്യാപ്പിൻ്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള സെറാമിക് കണ്ടൻ്റുള്ള ക്യാപ്പുകൾ യൂസ് ചെയ്തതിനെ അഡ്രസ്സ് ചെയ്യുക. കൂടാതെ തന്നെ എന്താണ് ഈ ഒരു എന്തായിരുന്നു പ്രോബ്ലം മാത്രമല്ല, MRIയുടെ ആ ഒരു എനർജി ഫീൽഡിൽ മെറ്റൽ ചൂടാവുകയും സറൗണ്ടിങ് ടിഷ്യൂസിന് ബേൺസ് ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഏത് ഒരു മെറ്റൽ ഇപ്പോൾ ഒരു ക്യാപ്പാണെന്ന് ഡിസ്റ്റോഷൻ സംഭവിക്കാം, ഇഞ്ചുറി ടു ദ ടൂത്ത് എല്ലാം സംഭവിക്കാം. പിന്നെ നിങ്ങൾ ഏത് ഇപ്പോൾ ഒരു ഫേസിലൊരു ഇഞ്ചുറിയാണ്, അവിടെ നിങ്ങളുടെ ക്യാപ്പ് ഇരിക്കുന്ന ഏരിയയിലാണ് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ആ ഏരിയയിലാണ് നിങ്ങൾക്ക് MRI എടുക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഏരിയ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല മെഷീൻ. ഒന്നുകിൽ അത് ബ്ലേഡ് ആവും, അല്ലെങ്കിൽ സ്മഡ്ജ് ആവും, നമ്മൾ ആർട്ടിഫാക്റ്റ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ റീഡിങ്ങിനെ അത് തടസ്സപ്പെടുത്തും. അപ്പം MRI സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇപ്പം ഡെന്റിസ്ട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്യാപ്പുകൾ, കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും.